ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിന്ന് എൻ്റെ സാധനങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തരണത്. കുറേ പുതിയ യൂസ് ചെയ്യാത്തത് കുറേ ഇത് എക്സാമിന് പോകാനാണ്. പിന്നെ കുറേ പേപ്പർസ്, അപ്പോൾ പിന്നെ കോമ്പസ് ബോക്സ് കൊണ്ടുപോകണ്ടാ. പിന്നെ കുറച്ച് നോട്ട്, ഇങ്ങനത്തെ നോട്ട്, പക്ഷേ ഇങ്ങനത്തെ നോട്ട്, പിന്നെ ബണ്ണായിട്ട് സ്കൂളിൽ തല കിട്ടാതെ പോകുമ്പോൾ ഞാൻ കെട്ടാൻ വേണ്ടി വെച്ചിരിക്കണം. അപ്പോൾ അമ്മ പേരെഴുതി തന്ന്. ഞാൻ തന്നെ പേരെഴുതും, പക്ഷെ അമ്മ എഴുതണമെന്ന് എനിക്കിഷ്ടമാണ്. അപ്പം 4 ഷീറ്റാണ് കണ്ടത്. അപ്പം 4 ഷീറ്റിൽ പേരെഴുതിയിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ നമുക്ക് ബാക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മളുടെ ഷീറ്റാണ്. നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ വയ്ക്കാം. പിന്നെ ഈ ബോക്സ് ഇത്ര മതി ഗൈസ് കേട്ടോ. നമുക്ക് ഇത്രയും കൊടുക്കാം, എഴുതാൻ വേണ്ട. എൻ്റെ ബാഗ്സ് റെഡി. അപ്പോൾ നാളെ ഞങ്ങൾ പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ നാളെ ഞാൻ പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോണ്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇച്ചിരി പേടിയൊക്കെ കാണും. എനിക്കാണ് ഭയങ്കര പേടി. പരീക്ഷയ്ക്ക് പോകുമ്പം അവിടെ ചെല്ലുമ്പം നമുക്ക് എനിക്കെന്തോ ഭയമാണ്. എന്താ പറയുമോ, ഭയങ്കര പേടിയാണ്. എനിക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റുമോ, എനിക്കെന്ത് പഠിക്കാനൊന്നും പറ്റൂല, എനിക്ക് മാർക്ക് കിട്ടൂല, എനിക്ക് നല്ല മാർക്ക് കിട്ടുമോ, എനിക്ക് നല്ല റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ ഭയങ്കര പേടിയായി. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ആണെങ്കിൽ ഭയങ്കര പേടിയായിരിക്കും കേട്ടോ. പിന്നെ പ്രാർത്ഥിച്ചൊക്കെ എക്സാം എഴുതും. അറിഞ്ഞുകൂടാത്തത് വിട്ടിട്ട് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അറിഞ്ഞുകൂടാത്തത് ബ്ലാങ്ക് വിട്ടത് കുറേ നേരം നോക്കും. എൻ്റെ സയൻസ് ടെക്സ്റ്റിൽ ഞാൻ കുറേ കുറിച്ച് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെൻ്റെ സയൻസ് ടെക്സ്റ്റാണ്. അപ്പോൾ നമുക്ക് പഠിക്കാമെന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചു തരാം. ഏത് തൊട്ട് ചാപ്റ്റർ തൊട്ടാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട് ഞാൻ ഏതൊക്കെ ചാപ്റ്റർ എന്ന് പറയാം. 5 തൊട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. 4 ചാപ്റ്റർ ഉണ്ട് കേട്ടോ, അങ്ങനെയാണ് പഠിപ്പിക്കണം. 5 ചാപ്റ്റർ. പിന്നെ ആകുമ്പോൾ കൂടും. 7th ആകുമ്പോൾ 7 പാഠം പഠിക്കണം. നമുക്കിപ്പോൾ 4 മതി എന്ന് പറഞ്ഞ് 4 പഠിപ്പിക്കണത്. പിന്നെ കൂടും, 5, 6, 7, 8 ഒക്കെ കൂടും. നമ്മുടെ സ്കൂളിൽ BCB സ്കൂളാണ് നമ്മളുടേത്. BCB സ്കൂള് പഴകുറ്റി, നല്ല സ്കൂളൊക്കെയാണ്. ഡൊണേഷൻ 10 പിന്നെ pre-KG തൊട്ട് 7th വരെ ഉണ്ട്. നല്ല സ്കൂളൊക്കെയാണ്. പക്ഷേ അവരെവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ പെൻസില് പേനയൊക്കെ വാങ്ങേണ്ടി വരും കേട്ടോ. പോയി കാണാൻ കൊള്ളാം. അപ്പോൾ അതാണ്ട് ചാപ്റ്റർ 5 അഡാപ്റ്റേഷൻ ഇൻ ക്ലാസ്, അത് പഠിക്കണം. അതിന് പഠിക്കാനുള്ളത് കീവേഡ് പഠിക്കേണ്ടെന്ന് പറഞ്ഞു. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കണ്ടോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ക്വസ്റ്റ്യൻ ആൻസർ 1 തൊട്ട് 5 വരെ പഠിക്കണം. എളുപ്പമാണ്, ഞാൻ പഠിച്ചു. ഇനി ചാപ്റ്റർ 6 പ്ലാന്റ് സറൗണ്ടിങ്സ് ആസ്, ഭയങ്കര ഒക്കെയാണ്. അത് തന്നെ അതിൽ നെയിം ദ ഫോളോയിങ് ഉണ്ട്. പിന്നെ എന്തത് ഫിൽ ചെയ്ത ബ്ലാങ്ക്സ് ചിലപ്പോൾ കാണൂല കേട്ടോ. കീവേഡ് ഉണ്ട്. കീവേഡിൽ ക്ലോറോഫില്ലുണ്ട്. കീവേഡിൻ്റെ ഞാൻ ഇതാണ് വായിക്കുന്നത്, മീനിങ് ആണ് വായിക്കുന്നത്. ഞാൻ വായിക്കാം. ക്ലോറോഫിൽ, ഫോട്ടോസിന്തസിസ്, ട്രാൻസ്പിറേഷൻ. അത് ഞാൻ പറയാം. ക്ലോറോഫിൽ എ ഗ്രീൻ pigment presents mostly in the leaves of plants that
tap the sun energy. Photosynthesis, the process by which leaves use carbon dioxide and water in the presence of sunlight and chlorophyll to make food for the plants and release oxygen. Transpiration, transpiration, the process by which the transpiration, the process by which plants give off water vapor from the leaves. അപ്പോൾ ഇത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വീണ്ടും റിവേഴ്സ് ചെയ്ത് നോക്കണം. എനിക്ക് എളുപ്പം ഫോട്ടോസിന്തസിസ് ആണ് വലുത്, പക്ഷെ എനിക്ക് എളുപ്പമാണ്. ഞാൻ പഠിച്ചിട്ടുണ്ട്, അതെനിക്ക് എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഞാൻ കുറേ വട്ടം പഠിച്ചതല്ലോ, മനസ്സിലാക്കി പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും. സയൻസാണ് കേട്ടോ. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. ക്വസ്റ്റ്യൻ ആൻസറും 4 എണ്ണം ഉണ്ട്. എന്തായാലും ഈ ഷൂട്ടിനെ കുറിച്ച് എഴുതണം, സ്ട്രോങ് റൂട്ടിനെ കുറിച്ച്, സ്ട്രോങ് റൂട്ട് ഉണ്ട്, അതിനെക്കുറിച്ച് എഴുതണം. 3 ഫോട്ടോസിന്തസിസ് ചേരുമ്പോൾ അല്ലാത്തതായിട്ടുള്ളത് എഴുതണം. പിന്നെ ടൊമാറ്റോ ഗ്യാസസിൻ്റെ എഴുതണം. ട്രാൻസ്പിറേഷൻ ഉണ്ടല്ലോ, അത് ട്രാൻസ്പിറേഷൻ ഡെഫനിക് എന്ന് കൊടുക്കും. പക്ഷെ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ആ കീവേഡ് എഴുതിയാൽ മതി, എളുപ്പമുണ്ട്. ഇനി ഇത് 7th പാഠം, എയർ സറൗണ്ടിങ് us. അതിലിത് നല്ല പാടെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ പാടല്ല കേട്ടാ. ഇതിൽ കീവേഡ് പഠിക്കണ്ട. ഇതിൽ ഇതുണ്ട്, ഇതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. ഇൻഫ്ലേറ്റർ ബലൂണിൻ്റെ കുറച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബ്രീത്തിങ് ഹ്യൂമൻ ഉണ്ട്. മോനെ കൊണ്ടുവരല്ലേ, പാവ അവിടെ കൊണ്ടിട്ടല്ലേ. അപ്പാപ്പൻ ഇന്ന് കിടക്കാൻ പറ്റുമോ? ഇത് 8 മെമ്മറി. ഇതാണ് ഗൈസ് പാട്ട്. അതിൽ കീബോർഡ് ഉണ്ടല്ലോ, ഇത്ര കീബോർഡ് ഞാൻ പഠിക്കണം. ഞാൻ പഠിച്ചു, ഞാൻ പറയട്ടാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, നിങ്ങൾക്കൊരു ബോറടിക്ക് പോലെയാണ് എനിക്ക് തോന്നുന്നത്. Soluble substance, the substance that dissolve in a liquid. Insoluble substance is a substance that do not dissolve in a liquid. Impossible liquid that do not mix with each other to form a homogeneous solution. Homogeneous, uniform in a composition. Solvent, the liquid in which a solute dissolve. Solute, the substance that dissolve in a solvent to form a ഈ 3 എണ്ണം ഞാൻ പറയില്ല, അത് പഠിക്കാൻ. പിന്നെ ഇത് ഈ ഭാഗം ഗൂറി പോയി കാശ് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ കണ്ടില്ല. കോമ്പോസിഷൻ ഓഫ് എയർ നിൽക്കുമ്പം ഇത് തൊട്ട് ഇത് ഫുള്ളും പഠിക്കണം. പിന്നെ ഇത് തൊട്ട് ഇതുവരെ പഠിക്കണം. ഇതാണെങ്കിൽ ഇത് തൊട്ട് ഹൈഡ്രജൻ തൊട്ട് എയർ വരെ പഠിക്കണം. ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ തൊട്ട് ഈ ബേൺ വരെ പഠിക്കണം. അനിമൽ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ അനിമൽ തൊട്ട് ലീഫ് വരെ പഠിക്കണം. ഈ വാട്ടർ വേപ്പർ ഉണ്ട്. വാട്ടർ വേപ്പർ ആണെങ്കിൽ വാട്ടർ വേപ്പർ തൊട്ട് വാട്ടർ വരെ പഠിക്കണം. അപ്പോൾ ഇത്രയും പഠിച്ചിട്ട് ഇത് മറ്റേ 7th പാഠത്തിൽ ഇതിൽ ഇനി സോൾട്ട്
ഇനി സൊല്യൂഷൻ. ദ മിക്സ്ചർ ഫോം വെൻ എ solute dissolve in a solvent. Evaporation, the process in which a liquid changes to its gases form on heating. നീരാവിയായി പോകുന്നത് പറയും. അപ്പം ഇത്രയും എനിക്ക് പഠിക്കണം. 50-നാണ് നമുക്ക് പരീക്ഷ. 50-നാണ് നമുക്ക് പരീക്ഷ എഴുതേണ്ടത്. അടുത്തത് മാത്സ് ആണ്. മാത്സ് ഒക്കെ കുഴപ്പമില്ല, എളുപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് ഇതിരുന്ന് പഠിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമൊക്കെ ഉണ്ട്, പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ എക്സാമിൻ്റെ ടൈം ടേബിൾ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റത്തെ എക്സാം സയൻസ് ആണ്, സെക്കൻഡ് എക്സാം മാത്സ് ആണ്, തേർഡ് ഹിന്ദി, ഫോർത്ത് എന്തോന്നായിരുന്നു, ഫോർത്ത് ഇംഗ്ലീഷ്, ഫസ്റ്റ് സയൻസ്, സെക്കൻഡ് മാത്സ്, തേർഡ് ഹിന്ദി, ഫോർത്ത് ഇംഗ്ലീഷ്, ഫിഫ്ത്ത് മലയാളം, സിക്സ്ത്ത് സോഷ്യൽ സ്റ്റഡി സോഷ്യൽ സയൻസ്. ഇത്രയും മാത്രമേ നമ്മൾക്ക് ഉള്ളൂ. ബാക്കി ഒരു എക്സാമും ഇല്ല. ഇംഗ്ലീഷിൽ ഗ്രാമറും ഒന്നും ഇല്ലേന്ന് നോക്കുമ്പോൾ ഇംഗ്ലീഷും ഗ്രാമറും ഈ മിക്സ് ആയിട്ടാണ് ഉള്ളത് കേട്ടോ. മാത്സ് എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ. കഴിഞ്ഞ എക്സാമിന് മാത്സിന് മാർക്ക് കുറവായിരുന്നു, ഹിന്ദിക്ക് മാർക്ക് കുറവായിരുന്നു, ഇത് രണ്ടും മാത്രം മാർക്ക് കുറവ്, ബാക്കി എല്ലാത്തിനും ഫുള്ള് കിട്ടി. ഗൈസ് എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ ആണെങ്കിൽ മാത്സിനും ഹിന്ദിക്ക് മാർക്ക് കുറഞ്ഞ്. മാത്സിന് B+, ഹിന്ദിയുടെ മാർക്ക് കുറയ്ക്കും. നിങ്ങളായിട്ട് കളിയാക്കരുത്. ഹിന്ദിയുടെ മാർക്ക് 25, ബാക്കി എല്ലാത്തിനും 50 ഉണ്ട്, എളുപ്പമൊക്കെ ഉണ്ട്. 50, 49, 45 ഒക്കെ ഉണ്ട് കേട്ടോ. GS-നാണെങ്കിൽ ഒന്നും തെറ്റിപ്പോയി. GS-നാണെങ്കിൽ അതും കൂടെ ശരിയാക്കിയിരുന്നെങ്കിൽ എനിക്ക് 50 മാർക്കായിരുന്നു കേട്ടോ സയൻസിൽ. അതും കൂടെ ശരിയാക്കിയിരുന്നെങ്കിൽ എനിക്ക് സയൻസിൽ 50 മാർക്കായിരുന്നു. കുഴപ്പമില്ല, ഇനിയിപ്പം നമ്മൾ പഠിക്കണ്ടേ, അതും കൂടെ പഠിച്ചിരുന്നെങ്കിൽ നല്ല മാർക്കായിരുന്നു. നമ്മൾ A2 A1 പറയണത്, A2 ആണെങ്കിൽ ബ്രൈറ്റ്, A1 ആണെങ്കിൽ ക്ലവർ. ഞാൻ അടുത്തത് സ്കൂൾ മാറും, ക്രിസ്ത്യജ്യോതി പഠിക്കും. ക്രിസ്ത്യജ്യോതി നല്ലതാണെന്നാണ് കേട്ടത്. ക്രിസ്ത്യജ്യോതി നല്ലതാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, നല്ലതാണ്. അപ്പം നിങ്ങൾ ആരും എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും അയക്കുന്നില്ല, എല്ലാവരും അയക്കണം. ഓക്കെ, ബൈ.